36 വർഷമായിടാ മനസ്സേ ഞാൻ പോലീസില്. ഇതിനിടയിൽ പുറത്ത് അറിയുന്നതും അറിയാത്തതുമായ പല ചെറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ലടാ. നമസ്കാരം. നിലമ്പൂർ ഇലക്ഷൻ നടക്കാൻ ഇനി 8 ദിവസങ്ങൾ മാത്രമാണ്. 8 ദിവസം കൊണ്ട് നിലമ്പൂരിൽ എന്തെല്ലാം സംഭവിക്കും? നമുക്കറിയാം, സ്വരാജ് വന്ന് ഇറങ്ങിയ രീതി. എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട മുതൽ ഓരോ സ്റ്റേഷനിലും അദ്ദേഹത്തിന് വലിയ സ്വീകരണം ഏർപ്പെടുത്തിയിരുന്നു. അതെല്ലാം വലിയ വാർത്തയായിരുന്നു. അതോടൊപ്പം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ചില ചാനലുകൾ അദ്ദേഹവുമായി ഇൻ്റർവ്യൂ നടത്തുന്നത് ലൈവായി കാണിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം ഇറങ്ങുന്നത് ഒരു മാസ് എൻട്രിയായി ഇറങ്ങി. ആയിരക്കണക്കിന് CPM പ്രവർത്തകർ അവിടെ നിറഞ്ഞിരുന്നു. അതിൻ്റെ കാഹളം വലിയ തോതിൽ ആ മണ്ഡലത്തിലും കേരളത്തിലും അലയൊലിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ പിന്നീടാണ് മനസ്സിലായത് PR ഏജൻസിയുടെ വർക്കായിരുന്നു. ഓരോ സ്റ്റേഷനിലും PR ഏജൻസി വെച്ച ആളുകളെ കൊണ്ട് സിന്ദാബാദ് വിളിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇത് CPM പ്രവർത്തകരായിരുന്നില്ല. കേരളത്തിലെ ഒരു PR ഏജൻസിക്ക് പിണറായി കൊടുത്ത ഒരു കൊട്ടേഷൻ പ്രകാരമാണ് ഇവരെല്ലാവരും ഇറങ്ങിയിരിക്കുന്നത്. അതിന് കോടികളാണ് ചെലവഴിച്ചിരിക്കുന്നത്. അന്ന് അവിടെ നടന്ന സമ്മേളനത്തിൽ, അതായത് റെയിൽവേ സ്റ്റേഷൻ സ്വീകരിക്കാനെത്തിയ ചടങ്ങിൽ ആയിരക്കണക്കിന് ആളുകൾ എത്തിയത് എവിടെ നിന്നാണെന്ന് അറിയാമോ? 10 നിയോജക മണ്ഡലം, 16 നിയോജക മണ്ഡലമാണ് മലപ്പുറത്തുള്ളത്. അതിൽ നിലമ്പൂരിനോട് തൊട്ടടുത്ത് കിടക്കുന്ന 10 നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് ഓരോ മണ്ഡലത്തിൽ 500-600 പേരെ എത്തിച്ചിട്ടാണ് 5000-നും 7000-നും ഇടയിലുള്ള ആളുകൾ അവിടെ എത്തിയത്. എന്നാൽ നമ്മളെല്ലാവരും കേട്ടത് എന്താണ്? നിലമ്പൂരിലെ ജനങ്ങൾ ഒന്നടക്കം അങ്ങോട്ട് ഒഴുകിയെത്തി. സ്വരാജ് അങ്ങോട്ട് മാസ് എൻട്രിയായി ഇറങ്ങി. സിനിമയിൽ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഇറങ്ങുന്ന മാതിരിയാണ് അദ്ദേഹം ഇറങ്ങിയത്. അങ്ങനെ ഇറങ്ങിയ അദ്ദേഹം, ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു ജോർജ് സാറിനെ പോലെയുള്ളൊരു വില്ലനാണ് ഇറങ്ങിയത് എന്നുള്ളതാണ് സത്യം. തുടരും എന്നുള്ള സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ ആ വില്ലൻ കഥാപാത്രം ആദ്യം എന്തായിരുന്നു നമ്മൾ കണ്ടത്? അദ്ദേഹം എത്ര സൗമ്യശീലനും പോസിറ്റീവായ ആളായിരുന്നു. മോഹൻലാലിനെ കൂടെ നിർത്തുന്ന, മോഹൻലാലിൻ്റെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിച്ച ശേഷം സ്വന്തം മകൻ്റെ ബോഡി തൻ്റെ സ്വന്തം കാറിൽ കയറ്റി കൊണ്ടുപോയി കുഴിച്ചിടാൻ പോകുന്നതും പിന്നീട് മോഹൻലാലിനെ തന്നെ പ്രതിയാക്കുന്നതുമായ കാര്യങ്ങൾ, അതിന് പ്രതിഫലമായി പോക്കറ്റിൽ ഇട്ട് കൊടുക്കുന്ന പണം, പിന്നീട് അദ്ദേഹം പറയുന്ന ഡയലോഗ് ഒന്ന് കേട്ട് നോക്കണം. 36 വർഷമായിടാ മനസ്സേ ഞാൻ പോലീസില്. ഇതിനിടയിൽ പുറത്ത് അറിയുന്നതും അറിയാത്തതുമായ പല ചെറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ലടാ. കേട്ടല്ലോ, എല്ലാ ചെറ്റത്തരങ്ങളും ചെയ്തിട്ടുണ്ടടാ. 32 വർഷക്കാലം ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചെറ്റത്തരം ചെയ്തിട്ടാണ് ഇറങ്ങുന്നത്. എന്നോട് അങ്ങനെ ചെറ്റത്തരം ചെയ്ത ഒരാളുണ്ട്, എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ ACP. എനിക്കെതിരെ ഒരു കള്ളപ്പരാതി വരുന്നു എന്ന് ഞാൻ അറിയിച്ച് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ഭാഗം കൂടി കേട്ട് മാത്രമേ തീരുമാനമെടുക്കൂ. എന്നാൽ അങ്ങനെയല്ല, പിണറായി വിജയനും വീണ ജോർജും വിളിച്ചു പറഞ്ഞപ്പോൾ മൂത്രമൊഴിച്ച് നേരെ എൻ്റെ അടുത്ത് വന്ന് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. എന്നിട്ടോ എൻ്റെ ഭാഗം കേൾക്കാതെ അദ്ദേഹം കോടതിയിൽ രാത്രി 12 മണിക്ക് കൊണ്ടുപോയി സമ്മതമാക്കി. എന്താ വെച്ചാൽ ഇവന് ജാമ്യം കിട്ടില്ലല്ലോ, SC/ST അട്രോസിറ്റി വകുപ്പൊക്കെയാണ് ചേർത്തിരുന്നത്. അങ്ങനെയുള്ള ജോർജ് സാറിനെ പോലെ, ജയകുമാറിനെ പോലെ ഒരു കഥാപാത്രമായിട്ടാണ് സത്യത്തിൽ നമ്മുടെ സ്വരാജ് ഇറങ്ങിയത്. സ്വരാജ് ഇത്തരം തട്ടിപ്പുകൾ, വലിയ തോതിലുള്ള സ്വീകരണം നടക്കുന്നു എന്ന് പറഞ്ഞ് PR ഏജൻസിയെ കൊണ്ട് സിന്ദാബാദ് വിളിപ്പിച്ച് വലിയ ഓളമുണ്ടാക്കിയെങ്കിൽ അതൊരൊറ്റ ദിവസം കൊണ്ട് കെട്ടടങ്ങി. അടുത്ത നിമിഷത്തിൽ വലിയൊരു ബോംബ് തന്നെ പൊട്ടി ഈ നിയോജക മണ്ഡലത്തിൽ. അത് മറ്റാരുമല്ല, KM ഷാജിയാണ്. അതായത് KM ഷാജി പറഞ്ഞത്, ഇന്ത്യക്കെതിരെ നിലപാടെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിൽ 26 നിരപരാധികളായ ആളുകളെ മതം നോക്കി, ജാതി നോക്കി വെടിവെച്ച് വീഴ്ത്തിയപ്പോൾ അവരുടെ വിധവകളായ ഭാര്യമാർ, നിരാലംബരായ കുടുംബം, അമ്മമാർ, മാതാപിതാക്കൾ, കുടുംബങ്ങൾ എല്ലാം ഈ നാട് മുഴുവൻ ദുഃഖത്തിലാക്കിയ സംഭവത്തിൽ ആ പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരർക്കൊപ്പം നിന്ന ആളാണ് നമ്മുടെ സ്വരാജ്. ഇന്ത്യയിൽ CPM-ൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി പോലും ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു, നരേന്ദ്രമോദിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ സ്വരാജ് എന്താ ഇത്? പാകിസ്ഥാനിലെ ജനങ്ങൾ ഈ യുദ്ധം കൊണ്ട് ബുദ്ധിമുട്ടില്ലേ എന്നാണ് ചോദിച്ചത്. അതായത് ഇവിടെ കൊന്നവർക്ക് തിരിച്ചടി കൊടുക്കണ്ട എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ CPM ഒരൊറ്റ കൊലപാതകം നടത്തില്ലല്ലോ. തോന്നുന്ന ആരാണ് എതിരാളികൾ, അവരെ വെട്ടിക്കൊല്ലല്ലേ, TP ചന്ദ്രശേഖരനടക്കം. അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മുടെ സ്വരാജ് ഇന്ത്യക്കെതിരെ
ഇന്ത്യയിലെ എല്ലാ ജാതി മതങ്ങൾക്കപ്പുറമുള്ള, രാഷ്ട്രീയത്തിനപ്പുറമുള്ള ജനങ്ങൾ ഒറ്റക്കെട്ടായി പാകിസ്ഥാനെതിരെ ശക്തമായി ഉറച്ചു നിന്നപ്പോൾ, ഗവൺമെൻറ്റിനോടൊപ്പം നിന്നപ്പോൾ, ആ നിമിഷം വരെ പല വിഭജിച്ചു നിന്നിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ പോലും ഞങ്ങളുണ്ട് കൂടെ പിന്തുണ എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചപ്പോൾ ആ പിന്തുണ 100% സത്യസന്ധമാണെന്ന് കാശ്മീരിലെ ജനങ്ങളും തെളിയിച്ചു. കാശ്മീരിലെ ജനങ്ങൾ ആ ഭീകരർക്കെതിരെയായിരുന്നു. ഒറ്റക്കെട്ടായി മുസ്ലിങ്ങളടക്കം ആളുകൾ മുന്നോട്ട് വന്ന് പ്രതികരിച്ചു. മുസ്ലിം ലീഗ് അടക്കം വിദേശ സന്ദർശനത്തിന് പോയി, ET മുഹമ്മദ് ബഷീർ അടക്കം. അങ്ങനെ ഇന്ത്യയിലെ മുസ്ലിം ലീഗ് അടക്കം എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായി പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഈ സ്വരാജ് മാത്രമാണ് രാജ്യത്തിനെതിരെ പെരുമാറിയത്, രാജ്യത്തിനെതിരെ പാകിസ്ഥാനോടൊപ്പം നിന്നത്. അതിനെതിരെയുള്ള ഒരു വലിയ ശബ്ദമാണ് KM ഷാജി പറഞ്ഞത്. ആ ഒരൊറ്റ പ്രസംഗം മതി നമ്മുടെ സ്വരാജിനെ ഇല്ലാതാക്കാൻ. നമുക്കൊന്ന് കേൾക്കാം. CPM അവസാനം അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. കുറേ ദിവസങ്ങളായി CPM സ്ഥാനാർത്ഥിയെ തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവരാകും ഇവരാകും എന്നൊക്കെ നാട്ടുകാരെ പലരെയും ചൂണ്ടിയിട്ട് പറഞ്ഞു. ഡോക്ടർമാരൊരു വീക്ക്നെസ് ആയതുകൊണ്ട് അതറിയാവുന്ന ഡോക്ടർമാരൊക്കെ ഊട്ടിയിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ തടിയെടുത്ത് ഫോൺ പോലെ ഓഫാക്കി, അഥവാ സ്ഥാനാർത്ഥിയാക്കി കളയെന്ന് പേടിച്ചിട്ട് മാറിക്കളഞ്ഞു എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ അവസാനം അവര് കൂട്ടിലെ കോഴിയെ തന്നെ ഇറക്കാൻ തീരുമാനിച്ചു. സ്വരാജിനെ ഇന്ന് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു. CPM പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വരാജ് നിലമ്പൂർക്കാരനാണ് എന്നാണ്. അതെപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കഴിഞ്ഞ തവണ അൻവർ മത്സരിക്കുമ്പോഴും സ്വരാജ് നിലമ്പൂർക്കാരൻ തന്നെയാണ്. മെനഞ്ഞാന്നല്ല ഇവിടെ വന്ന് മെമ്പർഷിപ്പ് എടുത്തത്. നേരത്തെയും അദ്ദേഹം ഈ നാട്ടുകാരനായിരിക്കെയാണ് എറണാകുളത്ത് പോയി മത്സരിച്ചത്. സ്വന്തം മണ്ഡലത്തിൽ അൻവറിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടാണ്, പാർട്ടി ചിഹ്നമില്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ വേണ്ടി ഇയാൾ എറണാകുളത്തേക്ക് പോകുന്നത്. അപ്പൊ ഇതൊക്കെ തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങൾക്ക് വേണ്ടി പറയാമെന്നാണ്. ഞാനിവിടെ വന്നപ്പോ ജോയിയോടൊക്കെ ചോദിച്ചത് ഷൗക്കത്ത് എവിടെയാണ് അദ്ദേഹം ഇന്നുള്ളത് എന്നാണ്. സ്വാഭാവികമായ സ്ഥാനാർത്ഥിയാണ്, കണ്ടുകളയാമെന്ന നിലക്കാണ് ചോദിച്ചത്. അപ്പൊ പറഞ്ഞത് ഷൗക്കത്ത് ഉമ്മൻചാണ്ടി സാറിന്റെ ഖബറിടത്തിൽ അനുഗ്രഹം വാങ്ങാൻ പോയി എന്നാണ്. അദ്ദേഹം സ്ഥാനാർത്ഥിയായപ്പോൾ തന്റെ പാർട്ടിയുടെ തലമുതിർന്ന, ഒരുപക്ഷെ ആര്യാടൻ മുഹമ്മദിനെ പോലെയുള്ള തലമുതിർന്ന ഒരു നേതാവിന്റെ ഒരു സന്തത സഹചാരിയായി, തന്റെ പിതാവിനെ പോലെ തന്നെ ബഹുമാനിക്കാൻ കഴിയുന്ന രാഷ്ട്രീയത്തിലെ ഒരു വലിയ നേതാവിന്റെ ഖബറിടത്തിലേക്കാണ് അദ്ദേഹം പോയത്. VS ജോയി ഇവിടെ മത്സരിക്കുന്ന സ്വരാജ്, അദ്ദേഹത്തിനും പോകാൻ ചില ഇടങ്ങളുണ്ട്, ഞാൻ അദ്ദേഹത്തോട് പറയുന്നു. അത് പക്ഷെ ഇങ്ങനെ പോയി അനുഗ്രഹം വാങ്ങാനല്ല. ഒരു കാലത്ത് സഖാവ് പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത അനുയായിയാവാൻ, അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ്, അദ്ദേഹത്തിന്റെ വസ്ത്രരീതികൾ, അദ്ദേഹത്തിന്റെ ഭാഷ, അദ്ദേഹത്തിന്റെ ശൈലിയൊക്കെ കടമെടുത്ത ഒരു കാലമുണ്ടായിരുന്നു പ്രിയപ്പെട്ട സ്വരാജിന്. അന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ശക്തനായ അമരക്കാരൻ, അതിന്റെ ഏറ്റവും പ്രാമാണികനായ നേതാവ്, എന്തൊക്കെ വിയോജിപ്പുകൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും 10 റുപ്പികയുടെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ നേതാവ്, അത് VS അച്യുതാനന്ദനാണ്. ആ VS അച്യുതാനന്ദനെ പിതൃശൂന്യൻ, തന്തയില്ലാത്തവൻ എന്ന് വിളിച്ചാണ് സ്വരാജ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശം സ്റ്റാർട്ട് ചെയ്യുന്നത്. VS അച്യുതാനന്ദൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അനുഗ്രഹം വാങ്ങാനല്ല, മാപ്പ് പറയാൻ അവിടെ പോയതിന് ശേഷമാണ് സ്വരാജ് ഈ മണ്ഡലത്തിൽ കാലുകുത്തേണ്ടത് എന്ന് സാമാന്യ രാഷ്ട്രീയ ബോധം കൊണ്ട് പറയാൻ അദ്ദേഹത്തോട് ഒരു ഉപദേശം നൽകാൻ ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. സ്വരാജ് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അത്രയേറെ വിധേയത്വം കാണിച്ചിട്ടു മറ്റൊരു നേതാവിനെ, സ്വന്തം പാർട്ടിയിലെ തലമുതിർന്ന ഒരു നേതാവിനെ പിതൃശൂന്യൻ എന്ന് വിളിച്ചിട്ടു. അവസാനം മരുമകന്റെ കാര്യം വന്നപ്പോ പുറംകാല് കൊണ്ട് ചവിട്ടി തെറിപ്പിച്ചു എന്ന്, അന്ന് ഈ നിലമ്പൂരുകാരനല്ല എന്ന ബോധ്യം മറന്നുപോയി എന്ന് മറ്റൊരു മണ്ഡലത്തിൽ കൊണ്ടുപോയി നിർത്തി തോൽവി ഉറപ്പുവരുത്തി എന്നൊക്കെ മനസ്സിലാവുന്ന ഒരാളാണ് പ്രിയപ്പെട്ട സ്വരാജ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ സ്വരാജിനോട് പറയുന്നത്, ഒരു തെരഞ്ഞെടുപ്പിന് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി അല്ല വിഷയം, ഒരു ചെറിയ ഘടകമാണ് സ്ഥാനാർത്ഥിയാവുക. അത് ഷൗക്കത്തായാലും അത് സ്വരാജ് ആയാലും ആരായിരുന്നാലും രാഷ്ട്രീയപരമായ വിഷയങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. രാഷ്ട്രീയമാണ് നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ടത്.
അങ്ങനെയെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ക്ലാരിറ്റി വരുത്തേണ്ടത്, ബോധ്യപ്പെടുത്തേണ്ടത് ഈ രാജ്യത്തിലെ ജനങ്ങളോട് ഒരു ബാധ്യത തീർച്ചയായും സ്വരാജിനുണ്ട്. അതെന്താണെന്ന് അറിയാമോ? സ്വരാജിന് ഈ അടുത്ത കാലത്ത് സ്വരാജ് രാഷ്ട്രീയ ചർച്ചകളിൽ നിറഞ്ഞു നിന്നത് യുദ്ധവുമായി ബന്ധപ്പെട്ടാണ്. ആ യുദ്ധത്തെക്കുറിച്ച് സ്വരാജ് ഒരു അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി, വലിയ വിവാദങ്ങൾ ഉണ്ടായി. ആ ചർച്ചക്ക് സ്വരാജിന് മറുപടി പറയേണ്ടി വന്നു. ഒരാഴ്ചയുടെ ഉള്ളിൽ സ്വരാജ് അതിനെ വിശദീകരിക്കേണ്ടി വന്നു. കാരണം അത് അത്രമേൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. യുദ്ധം അനാവശ്യമായി ഒരു രാജ്യത്തുണ്ടാകുന്നതിന് നമ്മളൊന്നും അനുകൂലമല്ല. യുദ്ധത്തിന്റെ ഭക്തരുമല്ല നമ്മൾ, യുദ്ധം പാടില്ലെന്ന് വിചാരിക്കുന്നവരുമാണ്. പക്ഷെ ഈ അടുത്ത കാലത്ത് പാകിസ്ഥാനുമായി ഇന്ത്യ നടത്തിയ ഒരു യുദ്ധ ആരംഭമുണ്ടല്ലോ, അതെന്തിനു വേണ്ടിയായിരുന്നു? സ്വരാജിന് എങ്ങനെയാണ് ആ യുദ്ധം ഒരു വെറുപ്പായി മാറുന്നത്? എന്തുകൊണ്ടാണ് സ്വരാജ് ആ യുദ്ധം അനാവശ്യമാണ് എന്ന് പറയാനുള്ള കാരണം? ഞാൻ പറയട്ടെ, ഒരു മുസ്ലിം എന്ന നിലക്ക് ആ യുദ്ധത്തിന്റെ അനിവാര്യത സ്വരാജിന് പറഞ്ഞാൽ മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. 26 പേരെ വെടിവെച്ചു കൊന്ന് അവർ ചെയ്ത ആ തീവ്രവാദികൾ ചെയ്ത ഒരു ചോദ്യവും അവരുടെ രീതിയുമുണ്ട്. എന്താണ് അവർ പറഞ്ഞത്? കലിമ ചൊല്ലൂ, കലിമ ചൊല്ലാത്തവനൊക്കെയും വെടിവെച്ചു കൊല്ലുക. ഏത് ഇസ്ലാമാണിത്? ഏത് മതമാണിത്? കലിമ ചൊല്ലാത്തവനെയൊക്കെ കൊല്ലണോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ദീനില്, ഇസ്ലാമില്? അങ്ങനെ ചെയ്യാറുണ്ടോ വിശ്വാസികൾ? കലിമ ചൊല്ലാത്തവരെ കൊല്ലുക, തീരുന്നില്ല. പെണ്ണുങ്ങളോട് പറയാണ്, ഏയ് പെണ്ണുങ്ങളെ കൊല്ലില്ല. എന്നാലോ ആ പെണ്ണിന്റെ കണ്ണിന്റെ മുമ്പിൽ വെച്ച്, ആ സ്ത്രീയുടെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് അവരുടെ ഭർത്താക്കന്മാരെ അതിക്രൂരമായി കൊലപ്പെടുത്തുക. എന്നിട്ടോ അത് ഇസ്ലാമിന്റെ പേരിലാണ് എന്ന് അവർ പറയുകയും ചെയ്യുക. അവരുടെ വെടിയുണ്ടകൾ തറച്ചത് വിശ്വാസിയായ മുസ്ലിമിന്റെ നെഞ്ചിൻ കൂട്ടിലാണ്. അവിടെയുള്ള പാവ മനുഷ്യരുടെ മേലല്ല. അത് ചെയ്തത് ഈ തോന്നിവാസത്തിന്റെ പിറകിൽ പാകിസ്ഥാൻ ആണെങ്കിൽ, എന്തിനു പാകിസ്ഥാൻ, സൗദി അറേബ്യ ആണെങ്കിൽ, ഈ നിലമ്പൂരിൽ നിന്ന് എത്ര പേര് ഹജ്ജിന് പോയി? അവർ കഅബയുടെ ചുറ്റും നിൽക്കുകയാണ് ഇപ്പോഴും. മക്കയിലാണ്, മദീനയിലാണ്. ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചു പോകുന്ന മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യ ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് വന്നാൽ ആ യുദ്ധത്തിൽ സൗദിക്കെതിരെ യുദ്ധം ചെയ്യുന്ന മുൻപന്തിയിൽ മുസ്ലിം ലീഗുകാരൻ ഉണ്ടാകണമെന്ന് പറഞ്ഞത് ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ്. ആ ഇസ്മായിൽ സാഹിബിന്റെ അനുയായി എന്ന നിലയ്ക്ക് ഞാൻ പറയട്ടെ, സ്വരാജിന് പറ്റുമെങ്കിൽ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് UAE ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. എന്തിനാ പോയത്? ഈ രാജ്യത്തെ പ്രതിനിധീകരിച്ച് എന്തിന് യുദ്ധം, എന്തിനായിരുന്നു സിന്ദൂർ, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് വിശദീകരിക്കാൻ ഇ ടി മുഹമ്മദ് ബഷീർ UAE ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോയിരിക്കുന്നു, വിവിധ രാജ്യങ്ങളിലേക്ക് പോയിരിക്കുന്നു. രാജ്യത്തിൽ എന്തിനാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് വിശദീകരിക്കാൻ UAE കോൺസുലേറ്റില് ബഷീർ സാഹിബ് നടത്തിയ പ്രസംഗം പറ്റുമെങ്കിൽ സ്വരാജ് ഒന്ന് കേൾക്കണം. സ്വരാജിന് എങ്ങനെയാണ് ഈ യുദ്ധം വെറുതെയാവുന്നത്, ഈ യുദ്ധം ശരിയല്ലെന്ന് പറയുന്നത്, ഈ യുദ്ധം അനാവശ്യമായിരുന്നു എന്ന് പറയുന്നത്? ഇന്ത്യയാണോ യുദ്ധം തുടങ്ങിയത്? ഇന്ത്യയാണോ? പാകിസ്ഥാൻ തുടങ്ങി വെച്ച തീവ്രവാദത്തിന് മറുപടി കൊടുക്കാൻ ഒരു രാജ്യം നിർബന്ധമാക്കപ്പെട്ടപ്പോൾ നടത്തിയ യുദ്ധത്തെ പോലും അപകടകരമാം വിധത്തിൽ തെറ്റായി വ്യാഖ്യാനിക്കാനാണ് ഇവിടെ സ്വരാജ് ശ്രമിച്ചത്. ഞാൻ സ്വരാജിനോട് പറയുന്നത്, മത്സരിക്കുന്നത് സ്ഥാനാർത്ഥിയല്ല, നിലപാടുകളാണ്, പരിപാടികളാണ്, അതുപോലെ തന്നെ രാജ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ആ അർത്ഥത്തിൽ ഈ യുദ്ധത്തെ കുറിച്ചുള്ള അങ്ങയുടെ അഭിപ്രായം വിശദീകരിക്കാൻ, ഇവിടുത്തെ അറിയാൻ ഈ രാജ്യത്തിലെ വോട്ടർമാർക്ക് അവകാശമുണ്ട്. താങ്കൾ അത് പറയും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒപ്പം ഇവിടെ ഈ തെരഞ്ഞെടുപ്പില് ഞാൻ നേരത്തെ പത്രക്കാരെ കണ്ടപ്പോഴും പറഞ്ഞു, തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മുഖ്യമായ പ്രശ്നം എന്ന് പറയുന്നത് കേവലം ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട വിഷയമല്ല. അതൊക്കെ